എടി ഒരു മാട്ടച്ചായ നീ കൊടുത്ത. സോറി ഇല്ല. അന്ത പാലില്ലേ? എന്നാ നീ ഇട്ടതിന്റെ ബാലൻസ് എനിക്ക് കൊടുത്താ. സോറി താല്പര്യമില്ല. വൈ? എന്റെ ചായ മാട്ടയല്ലേ, കുടിക്കണ്ട. എടി ചാരു, ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ചായ നിന്റെതാ. സത്യം. എനിക്ക് കൊടുത്ത. എന്തായാലും തരാൻ പോകുന്നില്ല, അങ്ങ് മാറിപ്പോക്കും. അല്ലെങ്കിൽ ഇവിടെ നോക്കും. അയ്യേ, നാണം ഉണ്ടാ നിനക്ക് ഇങ്ങനെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ? ഒട്ടുമില്ല. അത് പിന്നെ എനിക്കറിയാം, ജന്മനാ ഇല്ലാത്ത സാധനമാണല്ലോ. എന്നെ തല്ലിയാലുണ്ടല്ലോ. എന്താണ് കുറച്ച് കുണുക്കം കൂടുന്നുണ്ടല്ലോ, ഭയങ്കര സന്തോഷത്തിലാന്ന് തോന്നുന്നു. പൈസ എങ്ങാനും കൂട്ടി കിട്ടിയോ? ആര്? എവിടുന്ന്? ഹോസ്പിറ്റലിൽ നിന്ന്. ഡോക്ടർ എനിക്ക് പൈസ കൂട്ടി തരാനോ? എന്നാ പിന്നെ എന്ത് വേണം? 2 ദിവസം ഓഫ് കിട്ടി, സുഖമായിട്ട് കിടന്നുറങ്ങണടി. നിന്നെ പോലുള്ളവരടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ പറഞ്ഞുതരാം. എടി, ഇങ്ങനെ ഓഫ് കിട്ടാൻ നേരത്തെ അങ്ങ് കിടന്നുറങ്ങരുത്. കുറച്ച് പ്രൊഡക്റ്റീവായിട്ടൊക്കെ കാര്യങ്ങൾ അങ്ങ് ചെയ്യുക. ആഹാ, ഈ പ്രൊഡക്റ്റീവ് എന്ന് എന്താണ് മാഡം ഉദ്ദേശിച്ചത്? പ്രൊഡക്റ്റീവ് എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നീ കുറച്ച് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുക. എടി, ഞാൻ എന്നും ചാരിറ്റിയിലെ ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്ത് മടുത്ത്. എക്സ്ക്യൂസ് മീ, നീ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നത് ചാരിറ്റി അല്ല, അതിനുള്ളത് നിനക്ക് ശമ്പളമായി കിട്ടുന്നുണ്ട്. ദാറ്റ് ഇസ് നോട്ട് ചാരിറ്റി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളന്ന് മറ്റേ രാമചേച്ചിക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോഴേ പുള്ളിക്കാരത്തിന്റെ ആ സന്തോഷം കണ്ട. എടി, ആ ഒരു വൈബ് അതാണ് ഫീൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? എന്നെ കൊണ്ടൊന്നും വയ്യ, എനിക്ക് ഉറങ്ങണം. ആകെ കിട്ടിയ 2 ദിവസമാണ്. ഞാനെന്തായാലും അമ്മാവനെ കാണിച്ച് ആശുപത്രിയിൽ പോകുന്നുണ്ട്. എന്തിന്? ഒന്ന് അമ്മാവനെ കാണിക്കാൻ, ചെക്കപ്പ് ചെയ്യാൻ. അതെന്താ, അമ്മ ഗർഭിണിയായിട്ടിരിക്കുന്നോ? അമ്മാവൻ എന്തായിരുന്നു പ്രശ്നം? ചെവിക്ക്. അപ്പൊ പിന്നെ ചെക്കപ്പ് ചെയ്തിട്ട് നീ ഏത് ഹോസ്പിറ്റലിലായിരുന്നു നീ പറഞ്ഞത്? ഒരു ഡയറ്റീഷ്യൻ വന്നേക്കണ്. 2ാമത്തെ കാര്യം, അവിടുത്തെ വാർഡിലെ ആൾക്കാർക്ക് പൊതിച്ചോറ് എത്തിക്കണം. അവിടെ ഒരു വാടി കിടക്കുന്നു. അസ്ഥാനത്ത് കയറി കോമഡി പറയുന്നത്. വാർഡിൽ കിടക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വ്യക്തമായിട്ടും ദൃഢമായിട്ടും പറ, അല്ലാതെ വാടി കിടക്കുന്നു പറഞ്ഞാ മന്ദബുദ്ധിയാണ് ഇങ്ങനെ തെളിയിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിനക്ക് ഇതൊക്കെ എടുത്ത് പിക്ക് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് നീ പറയുമല്ലോ, വാടി കിടക്കുന്നവർക്ക് പൊതിച്ചോറ് കൊടുക്കുന്നവളാണ് ഈ ചാരു എന്നിടാനല്ലേ? ഈ ചാരു അത്രയും ചീപ്പ് പബ്ലിസിറ്റിയുടെ ആളല്ല. എന്തായാലും ഞാൻ ഒന്നിനും ഇല്ല, എന്നെ കൊണ്ട് വയ്യ. മോളെ, നീ ഒന്നും കൂടി ആലോചിച്ചോ. ഈ ചാരിറ്റി ഒക്കെ ചെയ്യുന്നവരുടെ സ്ഥാനമേ സ്വർഗത്തിൽ ദൈവത്തിന്റെ തൊട്ടടുത്താന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. വരുന്നോ ഇല്ലയോ? എനിക്ക് വയ്യ. മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് അടങ്ങ് വരാം. എപ്പോഴാ പോന്നെച്ചാ പറഞ്ഞാ മതി. കുറച്ചേരം കണ്ടു പോവാം. അപ്പൊ വരും. സ്വർഗം എന്നൊക്കെ കേട്ടപ്പോ 2 കോടി ഇരിപ്പുണ്ടായിരുന്നാ? ഇന്ന് വൈകിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകാലോ. അയ്യോ ഇല്ലടി, ഇന്ന് നമുക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അതെ, ഞങ്ങൾ കുറെ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാ. ഓ, നിങ്ങളൊക്കെ വലിയ ആൾക്കാര്. എന്താടി, എന്ത് മിസ്സായി? അല്ല, നിങ്ങളൊക്കെ വലിയ ആൾക്കാരെന്ന് പറഞ്ഞതാ. അതിന് അഹങ്കാരം നമുക്കില്ല. ഇല്ല അല്ലേ? ഫ്രീ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഏതാ സിനിമ? ചിലന്തി വല. ഏതോ കൂതറ പടത്തിന് ആളെ കയറ്റി ഫ്രീ ടിക്കറ്റ് ഇട്ട് വന്നേക്കുവാടേ. നീ പൊക്കോടി. അല്ല, അത് ഒരു ബുദ്ധിജീവി പടമാണ്. അത് കേട്ടപ്പോഴേ എനിക്ക് ഉറക്കം വരുന്നു. നീ വരുന്നുണ്ടോ? നീയാ? അയ്യോ, ഞാൻ ഒട്ടൂലടെ. ഞാൻ പറഞ്ഞ പരിപാടി ഉണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു മടി. വേണ്ട, കൂടെ കൊണ്ടൊരു 6 പീസ് തിരിപ്പുണ്ട്. ചിലന്തിവല കാണാൻ അതിനെ വിളിച്ചോണ്ട് പോ. ഹാരിസ് സ്റ്റെഫിയ. അവളെ വിളിച്ചു നോക്കാം. നമ്മൾ എപ്പോഴാണ് പോകുന്നത് അളിയ? കുറച്ചേരം കഴിയോടി. സമയമുണ്ടല്ലോ, മാറി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എവിടെയാ പോകുന്നേ? വിചാരം മാത്രമേ. എവിടെയാ പോകുന്നത് നിങ്ങള്? അതൊക്കെ പിന്നെ പറയാം. ചെയ്യാൻ പോണ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല, നല്ലതിന് വേണ്ടി ആയിരിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. പോപ്കോൺ വാങ്ങിക്കാൻ മറക്കണ്ട. ഇല്ല, മറക്കത്തില്ല കേട്ടോ. എന്താണ് ചെലന്തി വലേ? ചെലന്തി വല. സ്പൈഡർമാന്റെ വേറെ എന്തെങ്കിലും ആണോ? കണ്ടറിയാം. കണ്ടോ കണ്ടോ. അങ്ങനെ അവന്തീനെ സോപ്പിട്ട് പൊട്ടി. നീ കൊണ്ടുപോവാ. ഹലോ, ഞാനൊരു വർക്കിലാടാ. ഞാൻ പിന്നെ വിളിക്കാം. പോലീസോ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലടാ. ഹലോ, എന്റെ പൊന്നേ. എടേ, ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് വരുന്നോ? ഞാനങ്ങ് വരുന്നില്ല. എന്താ? എനിക്കൊരു മൂഡില്ല. എന്തുപറ്റി? ആ സൂര്യ വിളിച്ചടി.
ഏത് സൂര്യ? എടി അന്ന് ഞാനൊരു ഉമിനിമാൻ ഒപ്പിച്ചില്ലേ, ആ ആ അവനെന്ത് പറ്റി? അവൻ വിളിച്ച് അവനെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന്. ഉമിനിമാൻ റിലേറ്റ് ചെയ്തിട്ടാണ് കേസ് അന്വേഷിക്കണേന്ന്. നീ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിച്ചില്ല അവൻ്റെ അടുത്ത്? ചോദിച്ചു. പോലീസ് എന്ന് കേട്ടപ്പോ തന്നെ ഞാൻ അപ്പൊ കോള് കെട്ടിയത്. നീ ടെൻഷൻ ആവണ്ട, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. പെട്ടെന്ന് ആലോചിക്കുവോ? ആലോചിക്കട്ടെ. ശ്ശോ. നീ ഒരു കാര്യം ചെയ്യും, ആ. ഇവിടുന്ന് 2 ദിവസത്തേക്ക് എവിടേക്കെങ്കിലും മാറി നിൽക്കും. ഞാനോ? ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാൻ? ഇനി സേഫ് ആയിട്ടൊരു സ്ഥലം നോക്കി മാറി നിൽക്ക്. അതൊക്കെ ശരിയാവോ? ശരിയാവും, അതാവുമ്പോ പോലീസുകാർ വേറെ വഴിക്ക് അങ്ങ് പൊക്കോളും. മനസ്സിലായോ? നീ പെട്ടെന്ന് പോയി റെഡിയാവ്. ഈശ്വരാ. പിന്നെ നീ ഇവിടെ തൽക്കാലം ആരോടും പറയണ്ട ഞാൻ ഇവിടെ നിന്ന് മാറുന്ന കാര്യം. ഇല്ലില്ല, പറയില്ല. പിന്നെ നീ രാത്രി ഫോൺ ഓൺ ചെയ്താൽ മതി കേട്ടോ. രാത്രി ഞാൻ വിളിച്ചോളാം തന്നെ. എന്റെ ദൈവമേ, ഓരോരോ കഷ്ടകാലങ്ങൾ. ടെൻഷൻ ആവല്ലേ. ബോസേ, ബോസേ, நான் பாஸ் இல்ல, நான் தான் தீவிரவாதி. மலையில் தஹசீல்தார்கிட்ட தூக்குன தீவிரவாதிடா. ഇത് എപ്പടി അന്യായിരിക്കും. കൊള്ളാം. ഇത് വെച്ചോണ്ടാ തീവ്രവാദി. ഇത് കൊള്ളൂലേ? ഇത് ഈ ഓട്ട കുറവാണത്. എന്താ ഒരു പുച്ഛം, നിനക്ക് പുച്ഛം ഉണ്ട്. തീവ്രവാദി വെക്കണ സാധനം തന്നെ അത് കറക്റ്റ്. ഇത് എന്തിനാണ് ഉണ്ടാക്കിയെന്നറിയാമോ? എന്തിനാ ഉണ്ടാക്കിയത്? ഇരി, പറ. നീ ഇരി. പറ. നമ്മൾ ഈ സാധനം വെച്ച് ഇപ്പൊ ഒറിജിനൽ തീവ്രവാദിയെ കിട്ടിയില്ലല്ലോ. അപ്പൊ ഞാൻ ഈ സാധനം വെച്ചിരിക്കും. അപ്പൊ നീ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. ആര് ഇന്റർവ്യൂ ചെയ്യണത്? നീ എന്നെ ഇന്റർവ്യൂ. അപ്പൊ ആളുകൾ വിചാരിക്കും ആർക്കും കിട്ടാത്ത തീവ്രവാദിയുടെ ഇന്റർവ്യൂ എക്സ്ക്ലൂസീവായി അഗ്നി ചാനലിൽ മാത്രം. എങ്ങനെ കയറുമെന്ന് അറിയാമോ? ഈ സാധനം വെച്ച് നമ്മള് ഞാൻ ഇന്റർവ്യൂ ബോസിനെ നടന്ന കാര്യം തന്നെ ഞാൻ ചെയ്യൂല. നല്ല ഇത് ഒരുത്തനും കിട്ടാത്ത ഒരു ഐഡിയ ആണ് എനിക്ക് കിട്ടിയത്. അത് തന്നെ ആ ഐഡിയ എനിക്ക് അറിഞ്ഞൂടെ ബോസിന്റെ ഐഡിയ ഏത് ലെവലുള്ള ഐഡിയ ആണെന്ന്. എടാ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ഒറ്റ ദിവസം കൊണ്ട് 1 മില്യൺ അടിക്കും. അറിയാം? നിങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ കമന്റ് കണ്ടായിരുന്നു, നിർത്തി പോടാ തെണ്ടിന്ന്. അത് നിന്റെ മറ്റേ നിന്നെ പറ്റി ഞാൻ എന്നെ പറ്റിയൊന്നുമില്ല. ബോസ് എക്സ്ക്ലൂസീവ് ആയിട്ട് കണ്ടന്റ് അടി വന്ന കമന്റ് ആണത്. അത് നടന്ന സംഭവം തന്നെ ഇട്ടത്. എന്റെ ഇതൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇമ്മാതിരി ഊള പരിപാടിക്ക് എന്നെ വിളിക്കല്ലേ ബോസ്. ഞാൻ സീരിയസ് ഊള പരിപാടി എന്ന് വെച്ചാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ ഇതുപോലത്തെ മാസ്കല്ലേ വെച്ചോണ്ട് കിടക്കണം. ഇതുപോലത്തെ ഈ കൂറ മാസ്ക് ഇത് നിങ്ങളുടെ ഇളയ കൊച്ചിനുണ്ടായി കൊടുത്ത ഇതാണക്കിരിക്കുന്നത്. എന്തോന്നാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജീവി ഇതിൽ കാണുമ്പോ എല്ലാം ഒരേപോലെ തന്നെ എന്നെ കിട്ടൂല. ഞാൻ CBI എഴുതിയിട്ടിരിക്കുകയാണ്. എനിക്ക് ഇരുമാതിരി പരിപാടി ഒന്നും നിൽക്കില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യും, നീ ഇത് വെച്ചിരി, ഞാൻ അല്ലെങ്കിൽ അത് വേണ്ട. എന്റെ മുഖം കാണും. എന്റെ മുഖം കണ്ടോട്ട് ബോസിന്റെ മുഖം കാണണം. മൈലേജ് ആണ് ഇതൊക്കെ. എനിക്ക് മൈലേജ് വേണ്ട. എനിക്ക് അമ്മാതിരി മൈലേജ്. CBI ചെന്നിരിക്കുമ്പോൾ പറയും അഗ്നി ചാനലിലുള്ള ആളല്ലേ സെലക്ട് പോടാന്ന് പറയും. ഇത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ചെയ്യാൻ പറ്റൂല ബോസ്. ഞാൻ വേറെ കാര്യം പറയാം. എടാ ഇത് ഒറിജിനൽ മാസ്ക് ഞാൻ അന്വേഷിച്ച് നടന്ന് മടുത്ത്, അറിയാമോ? അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. എന്റെ പൊന്നു ബോസ, ചാല പോയി കഴിഞ്ഞാൽ കിട്ടും 100 എണ്ണം. പക്ഷേ 250 രൂപ കൊടുക്കണ്ടേ? അതെന്റെ വേണ്ടേ? 250 രൂപ കൊടുക്കാൻ നിങ്ങളുടെ ഇല്ലേ? ഉണ്ടാക്കി കൊടുക്കൂലേ? എന്ത് രച്ചത്തരം നിങ്ങൾ കാണിക്കണത്? രച്ചത്തരം ഇല്ലാത്തോണ്ടല്ലേ ഇട കാണിക്കണത്? പിന്നെ അല്ല അതെന്തോന്നു 250 രൂപ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വെക്കണ്ട, നിങ്ങൾ നടത്തണ്ട. നിങ്ങളുടെ അടിച്ചു പൊളിക്കല്ലേ? ഇപ്പൊ ചെയ്യാൻ പറ്റൂല. എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യും. നിങ്ങൾക്ക് മറ്റേ ന്യൂസിന്റെ ലീഡ് വന്നിട്ടുണ്ട്, വേണമെങ്കിൽ പോയി അന്വേഷിക്കും. എവിടെ? ഞാൻ മറ്റേ ഇതിന്റെ ഇതാണ് എന്റെ പേര് മറന്നു. തഹസീൽദാറിന്റെ തട്ടിക്കൊണ്ടുപോയി എന്റെ ലീഡ് ഇപ്പൊ കിട്ടിയ. പിന്നെ അത് അന്വേഷിക്കാനല്ലേ പോടാ. നിങ്ങൾ മര്യാദയ്ക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഉള്ള തീവ്രവാദിയെ വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റി. ഈ മാസ്ക് ഉണ്ടാക്കി വെക്കണം. എവിടെ സ്ഥലം? എവിടെ? മലയത്ത് ഇതിനടുത്ത്. അല്ലെ എവിടെ വെച്ച് കണ്ട തീവ്രവാദി? ആര് കണ്ടു? എവിടെ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പോയി അന്വേഷിക്കണമെന്ന്. ഇറങ്ങി ഒരു ഉദ്ദേശം ഇല്ലാതെ വെറുതെ ടൂർ പോലെ പോയിട്ട് കാര്യമുണ്ട്. തുമ്പ് കിട്ടി, അന്വേഷിക്കാൻ പറ്റൂല്ലയോ? പോവാ. എന്നാ വാ. എന്തോ തപ്പണത്? എന്തോ എടുക്കാനുണ്ടോ? ഉണ്ടാക്കി ഇട്ടിരിക്കല്ലേ തപ്പാൻ വേണ്ടി. വാ ഇങ്ങോട്ടിറങ്ങി. നിനക്ക് വരെ ഭയങ്കര പുച്ഛമാണ് കേട്ടോ. നിങ്ങൾ വരെ വെറും എച്ചായിട്ട് വരെയാണ്. ഓഫീസിൽ വർക്ക് ചെയ്ത CBI അവർ വിളിക്കൂല. എന്തോ എടുക്കണ്ട. നിങ്ങൾ പേനക്കത്തി ഉണ്ടായിരുന്നു. ഒരു കുന്തമില്ല. നീ ഇറങ്ങ അവിടെ. ഇപ്പൊ എന്തെങ്കിലും വേദനയോ മുഴക്കമോ തോന്നുന്നുണ്ടോ? അങ്ങനെ വേദനയും മുഴക്കമൊന്നുമില്ല. ഇങ്ങനെ ഈ വശം ചരിഞ്ഞ് കിടക്കുമ്പോൾ ചെറിയൊരു എറുമ്പ് കടിക്കുമ്പോൾ പോലത്തൊരു തരും. എന്നാ പിന്നെ ചരിഞ്ഞ് കിടന്നിരുന്നാ പോരെ അമ്മാവ? അത് മോളെ അറിഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. അത് രാത്രി ഉറങ്ങുമ്പോൾ അങ്ങ് അറിയാതെ ചരിഞ്ഞു പോകുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കിടക്കണം അല്ലേ ഡോക്ടർ? ഞാൻ തന്നെ തുള്ളിമരുന്ന് ഒരാഴ്ചയും കൂടെ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും? ഇനിയിപ്പോ ഡോക്ടറിനെ കാണാൻ പറഞ്ഞോ? ഇല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ മാത്രം. എന്നാ പിന്നെ ഞങ്ങള്
ഇറങ്ങട്ടെ. ഡോക്ടറെ ഞങ്ങൾ കുറച്ച് പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിനൊന്ന് കൊടുത്തോട്ടെ. അതെന്താ? കൊടുത്തോളൂ. അമ്മാവനപ്പം ഇവിടെ ഇരിക്കും, ഞങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് വരാം. വാ. ഒരു മിനിറ്റ് ഡോക്ടറെ, ഞാനൊരു ഡയറ്റീഷ്യൻ ആണേ. ഇവിടെ എന്തെങ്കിലും ഡയറ്റീഷ്യൻ ബേസ് ചെയ്ത് വേക്കൻസി ഉണ്ടോ? ഇപ്പോൾ നിലവിൽ വേക്കൻസി ഒന്നും ഇല്ല, എല്ലാം ഫില്ലാണ്. ആണോ? ഞാൻ എൻ്റെ നമ്പർ ഇവിടെ റിസപ്ഷനിൽ കൊടുത്തിരിക്കും. എന്തെങ്കിലും വേക്കൻസി വരാണെങ്കിൽ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. ശരി ഡോക്ടർ. അതെ ഡോക്ടറെ, നല്ല കൊച്ചാണ്, നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യും, ഭയങ്കര പേരാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒഴിവുണ്ടെങ്കിൽ ഡോക്ടർ കൊടുക്കണം കേട്ടാ. നല്ല കുട്ടിയാണ്. പിന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടോ ഡോക്ടറെ, ചോദിക്കാം. എനിക്ക് പറ്റിയ എന്തെങ്കിലും ജോലി ഇവിടെ ഉണ്ടാ? അത് ഡോക്ടറെ സഹായിയായിട്ട് ഞാൻ നിൽക്കട്ടാ. പൊതിച്ചോറ കൊടുക്ക്. കൊടുത്തോ. ചോറ്. മനസ്സിലായില്ല? ചോറ്. അയ്യോ എടി, ഇങ്ങനത്തെ മാർക്ക് ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെടി. അല്ലടി, എന്ത് പ്രശ്നമുള്ള പോലെ തോന്നുന്നു. നീയാണോ? നീ എന്ത് ഇവിടെ? അളിയ വാളി ഞാനൊന്നൊരു ഒമിനിവാൻ ഒപ്പിച്ചോണ്ട് വന്നില്ലായിരുന്നോ? അവൻ അന്വേഷിച്ച് പോലീസ് നടപ്പുണ്ട്. അവനാണ് എന്നെ വിളിച്ചോണ്ട് ഇരിക്കുക. അപ്പൊ നമ്മുടെ ടീന പറഞ്ഞ് 2 ദിവസത്തേക്ക് ഒളിവിൽ പോവാൻ. എടി, നിനക്കൊന്നും ഞങ്ങളടുത്ത് പറഞ്ഞൂടായിരുന്ന? ഞാൻ ആലോചിച്ചിട്ടൊരു വഴിയും കണ്ടില്ല. നിങ്ങളാണെങ്കിൽ പോലീസ് വന്നിട്ട് വരട്ടുമ്പോ സത്യം പറഞ്ഞാലോ ഒന്ന് പേടിച്ച്. ഞാനാണെങ്കിൽ സത്യം പറയും. കണ്ട, അവൾ പറയത്തൊന്നുമില്ല. നീങ്ങി വന്നേ, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒളിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. എനിക്ക് പേടിയാ, പോലീസ് പിടിക്കും. അല്ല, ഇതൊക്കെ പോട്ട് നീ എന്തിനു പറഞ്ഞിട്ട് ഇവിടെ അഡ്മിറ്റ് ആയത്? ഞാനോ? ഞാൻ അമ്മാവനെ പോലെ എനിക്കും ചെവിയേക്കൂല. വരല്ലേ? വരല്ലേ? ചെരുപ്പ് അങ്ങോട്ടിട്ട് കഴുതേ. മന്ദബുദ്ധി. നടക്ക്. ഇതെന്തേ? പോകുന്ന വഴിക്ക് അറിഞ്ഞു കൊടുക്കാം. അങ്ങോട്ട്. നേരോടെ കണ്ണുപൂട്ടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അഗ്നി ന്യൂസ് ചാനലിൽ എന്നോടൊപ്പം ചേരുന്നത് നമ്മുടെ മുഖംമൂടി കൊള്ളക്കാരനെ നേരിട്ട് കണ്ട ഒരു സഹോദരനാണ്. ആ സഹോദരൻ്റെ പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. എന്നാലും നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു മുഖംമൂടി കൊള്ളക്കാരനുമായിട്ടുള്ള അടി എക്സ്പീരിയൻസ്? മുഖംമൂടി ഇതില്ലായിരുന്നില്ല, ഞാൻ ഒരുമിച്ചിട്ട് അടിച്ചോണ്ടിരുന്ന വീട്ടില് അവ ഈ ചെട്ടിന്റെ കാണിച്ചത്. മുഖംമൂടി കൊള്ളക്കാരനായിട്ട് ഒരുമിച്ചിരുന്ന് അടിച്ചാ? പിന്നെ തെറ്റിയില്ലേ? മുഖംമൂടി ഇല്ലായിരുന്നേ. അവൻ എന്നെ ഞാൻ അവളുടെ ഷെയർ ഇട്ടാണ് അടിച്ചത്. സാധനോ? പിന്നെ കുപ്പിയെടുത്ത് ഞങ്ങൾ ഒരുമിച്ചല്ലേ. മച്ചാൻ കമ്പനിയാ? അപ്പൊ പിന്നെ മച്ചാൻ കമ്പനി. മുഖംമൂടി കൊള്ളക്കാരനായിട്ട് മച്ചാൻ കമ്പനിയാണ്. അന്ന് മച്ചാൻ കമ്പനി. അന്ന് ഇങ്ങനെ ഇരുന്നിട്ട് അവൻ എന്നോട് കാണിച്ചത് ശരിയാണ്. എന്തോന്ന് കാണിച്ചത്? അണ്ണ ഞാൻ 350 രൂപ ഇട്ട്, അവ ഇട്ട് 150 രൂപയാണ്. എന്നിട്ട് സാധനം എടുത്തിട്ട് 5 ഗ്ലാസ് അവൻ കുടിച്ച് എനിക്ക് 1.5 ഒഴിച്ചെന്ന്. 1.5 കള്ളനെ നാറ്റിക്കണോ? നാളെ ഞാൻ പത്രത്തിൽ കൊടുത്തേ. കണ്ട, ഒരു തഹസീൽദാരെ തട്ടിക്കൊണ്ടുപോയ മുഖംമൂടി കൊള്ളക്കാരായി 500 രൂപ സാധനം ഒറ്റയ്ക്ക് അടിച്ച് ഇങ്ങനെ പന്നം പറഞ്ഞു നടക്കണം. യാവനാണ് ഈ നാട്ടിലുള്ളത്. നിങ്ങൾ മുഖംമൂടി കൊള്ളക്കാരനെ പറ്റി ഇന്റർവ്യൂ തരാനല്ലേ വന്ന? അണ്ണ അവന് നാട്ടിക്കണോ? നിങ്ങള് നാളെ പത്രത്തില് സാമൂഹിക മാധ്യമത്തിലൊക്കെ എഴുതി അവനെ നിങ്ങൾ ആരെ കാര്യമാണ് ഈ പറയണ? അണ്ണ എന്റെ കൂടെ ഇന്നടിച്ച ഷാജി, അവല്ലേ പൈസ വാങ്ങിട്ട് തേച്ചളഞ്ഞത്. ആടാ ഈ വാതയൊക്കെ വിളിച്ചോണ്ട് വന്ന മുഖംമൂടി കൊള്ളക്കാരനെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ 2 ക്യാമറയും ബുക്ക് ചെയ്ത് എന്റെ പൈസ കളയാ.
എടുത്ത് കളയാടാ ഇയാളൊക്കെ. എടേ എന്നിടെ എടേ അപ്പാപ്പന് നീ നാളെ പത്രത്തിൽ എഴുതൂലേ? കിഴങ്ങ് കിട്ടിയാ ഇറങ്ങി പോ. എടേ സാമൂഹ്യ പാഠമല്ല, സയൻസ്. എണി എണി എണി. നാളെ ബാധയൊക്കെ വിളിച്ചോണ്ട് ഒത്തുപുരം മരണക്കുളത്തിട്ടാൽ മതി. മരണക്കുളം നിന്റെ ഫോട്ടോ ഇട്ട് ഞാൻ. ക്യാമറ ഓഫ് ക്യാമറ ഓഫ്. ഇല്ല ഷൂട്ടില്ല. നിങ്ങൾക്ക് ഇനി 500 രൂപ തരാനേ ഉള്ളൂ. വെയ് ഇറക്കി വിടാണ്. എവിടെ അവര്? ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചാ വണ്ടി കൊണ്ട് കൊടുത്തത് ഞാൻ. നീ വണ്ടി കൊടുത്ത് നേരിട്ട് കണ്ടുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇതിന്റെ ഫ്രണ്ടിൽ വെച്ച് കൊണ്ട് കൊടുത്തപ്പോഴേക്ക് ഈ പുള്ളി കണ്ടായിരുന്നു. അതെ, ഇയാൾ 3 ദിവസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. CCTV എവിടെയാ? നേരെ പോയിട്ട് ലെഫ്റ്റിലാണ് സർ. നിങ്ങളുടെ വെയിറ്റ്, ഞാൻ വരും. അവന്റെ ഉമ്മനിയിലടി എന്ന് വന്നത്. ഏതാ വിഭവ? ഇവനാ. ഏയ് നമുക്ക് സെറ്റാക്കാം. കേർക്കോ പിടിച്ച് പിടിച്ച് അപ്പുറത്തു അപ്പുറത്തു അപ്പുറത്തു. ആ ഡൺ ഡൺ ഡൺ. സെറ്റ്. ഒരു മിനിറ്റ്. നിങ്ങളെന്താ ഇവിടെ? അല്ല നീ എന്താ ഇവിടെ? ഞാൻ ഒരു കേസായിട്ടെന്ന് ഒരു പെണ്ണിനെ. പെണ്ണ് കേസല്ല, ഒരു പെണ്ണിനെ സഹായിക്കാൻ ഇറങ്ങി മൊത്തത്തിൽ പണിയായിട്ട് നിൽക്കുന്നു. എന്തായാലും പെട്ടെന്ന് ആ പെണ്ണിനെ ഞാൻ പൊക്കുന്നുണ്ട്. അമ്മയെന്നാ? എന്റെ അമ്മയുടെ അമ്മയാ. അമ്മമ്മേ, അമ്മ ഇപ്പൊ വരും കേട്ടോ. വയ്യാതെ കൊണ്ടുവന്നതാ. എന്തോന്ന് അസുഖം? വയറിളക്കം കാണോ? വേണ്ട വേണ്ട, കൂടുതൽ കാണിക്കണ്ട. കൊണ്ടു. ശരി എന്നാ. അമ്മമ്മേ പേരെന്തുവാ? നിമ്മി. എത്ര വയസ്സായി? 26. എത്രേ ഉള്ളൂ? ഇൻസ്റ്റയിലുണ്ടോ? ഉണ്ട്. പേരെന്തോന്ന്? പറ. അവൻ നോക്കണ്ടടി. ഇറങ്ങി ഇറങ്ങി.